സോ യെസ്റ്റർഡേ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മൂവി കണ്ടു. എൻ്റെ വാച്ച് ലിസ്റ്റിൽ പോലും ഈ മൂവി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് പോലും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഈ മൂവി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ ചില മൂവീസ് ഓർ സീരീസിന് ട്രെയിലർ കാണുമ്പോൾ നമ്മളപ്പോൾ തന്നെ ഓക്കെ ഫൈൻ, നമുക്കത് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ സിനോപ്സിസ് അതിൻ്റെ തീമൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ ഇത് നമുക്ക് കാണണമെന്ന് പറയാൻ നമ്മൾ മാറ്റി വയ്ക്കില്ലേ, നമ്മുടെ വാച്ച് ലിസ്റ്റിൽ മാറ്റി വയ്ക്കില്ലേ. പക്ഷേ ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട് ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോണറും കൂടിയാണ്. ആക്ഷൻ ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ടൈപ്പ് മൂവിയാണ്. എന്നിട്ട് പോലും ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ പോലും ഞാനിത് വെച്ചിരുന്നില്ല. ഞാനത് കാണുന്ന പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ ഇത് എനിക്ക് എൻ്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സിനോപ്സിസൊക്കെ വായിച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഫൈൻ, വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള രീതിയിൽ ഞാനിന്നലെ കണ്ടു. ആൻഡ് ഗെസ് വാട്ട്, വളരെ അൺഎക്സ്പെക്റ്റഡായി കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ദ മൂവി ടേൺഡ് ഔട്ട് റിയലി ഗുഡ്. ഐ വിൽ നോട്ട് സേ ഇറ്റ് വാസ് ടു ഗുഡ്, ബട്ട് സ്റ്റിൽ വൺ ടൈം വാച്ചിനുള്ളൊരു മൂവി തന്നെയായിരുന്നു. ഓക്കെ, ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് മൂവി. ദ മൂവീസ് നെയിം ഈസ് ദ ബ്ലഫ്. റീവാച്ചബിൾ വാല്യൂ എനിക്ക് ഇത്ര തോന്നിയില്ല, ബട്ട് സ്റ്റിൽ വൺ ടൈം വാച്ചിനുള്ള തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കിഷ്ടമായത് നന്നായിട്ടുണ്ട്. ആക്ട്രസ് നമ്മുടെ പ്രിയങ്ക ചോപ്രയാണ്, കൂടെ കാളർബണ്ണും കൂടി ഉണ്ട്. രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി ആ ഒരു തീമൊക്കെ എനിക്കിഷ്ടമായി. പൈറേറ്റ്സ് തീമാണ് ഈ ഒരു മൂവിയുടെ. പൈറേറ്റ്സ്, പിന്നെ ആക്ഷൻ ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, എല്ലാം വരുന്നുണ്ട് ഈ മൂവിയിൽ. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിത് എന്തിനാണ് മാറ്റിച്ചത്, വൈ ഐ ഡിസൈഡഡ് നോട്ട് ടു വാച്ച് ദിസ് മൂവി, എനിക്ക് പിന്നെയാണ് തോന്നിയത്. എനിവേസ് എനിക്കിഷ്ടമായി, നന്നായിട്ടുണ്ട്, മൂവി നന്നായിട്ടുണ്ട്. ഔട്ട് ഓഫ് 10 ഐ വുഡ് ഗിവ് ഇറ്റ് 7 റേറ്റിംഗ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നി കുറച്ചും കൂടി ആവാമായിരുന്നു. എന്താ പറയുക, അതിൽ പ്രിയങ്കയുടെ പാസ്റ്റൊക്കെ പറയുന്നുണ്ട്, ബട്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, അത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നിയത് കാണിക്കാമായിരുന്നു അവർക്ക്. അത് കാണിച്ചിരുന്നെങ്കിൽ വൈ ഷീ ഈസ് ഡൂയിങ് സച്ച് തിങ്സ് എന്നുള്ള രീതിയിൽ അതിനുള്ളൊരു ആൻസർ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആയേനെ. ഇതിൽ പാസ്റ്റ് കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഇടയ്ക്കൊരു 1 മിനിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് സെക്കൻഡ്സ് എന്നുള്ള രീതിയിലാണ് ഒരു പാസ്റ്റ് എന്നുള്ള രീതിയിലൊന്ന് സീൻ കാണിക്കുന്നത്. ബട്ട് ഞാൻ പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പാസ്റ്റ് കാണിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റോറി കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയേനെ, കാണുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു രസമായി തോന്നിയേനെ. എനിക്ക് തോന്നുന്നു അത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നി. ബട്ട് അതർവൈസ് ഞാൻ പറഞ്ഞു അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതർവൈസ് നമുക്ക് ഓവറോൾ നമ്മൾ ഒരു വെറുതെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട്. ആൻഡ് ഇതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ മലയാളം റെഫറൻസ് അവർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഐ ഫെൽറ്റ് പ്രൗഡ്. കാരണം നമ്മുടെ കേരളം, നമ്മുടെ മലയാളം, ഇതൊക്കെ പുറത്തേക്ക് ഹോളിവുഡ്കാരടക്കം അവർ യൂസ് ചെയ്ത് തുടങ്ങിയത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആട്ടോ തോന്നുന്നത്. കാരണം പുറത്തേക്ക് വരെ ഇത് നമ്മുടെ ഒരു ഭാഷ അവർ ഉപയോഗിക്കാന്ന് നമുക്ക് കാണുമ്പോൾ ലൈക്ക് ലിറ്ററലി ഐ ഫെൽറ്റ് ഹാപ്പി. ഇതിൽ പ്രിയങ്കയുടെ ക്യാരക്ടർ നെയിം തന്നെ പറയുന്നത് മറിയം എന്നാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് പ്രിയങ്ക പറയുന്നുണ്ട് ഹെർ നെയിം ഈസ് മറിയം എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിവേസ് എന്താ പറയുക, നല്ലൊരു മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ദ ബ്ലഫ്. അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്.